students, welcome back to Indian Writings in English. We were discussing Interpreter of Melodies written by Jumba Lahiri. Today we are moving on to part 4. Okay, now let's have a quick recap on what we have studied in the last class. The story is about Mr. and Mrs. Das and their 3 children. They are going to a tour to Sun Temple at Konark. Mr. Kapasi is their driver. Story mostly presents the point of view of Kapasi. This is a third person point of view. Kapasi observed the couple very well. He knows English and talks them to know their background. Mr. and Mrs. Das were American immigrated Indians. Kapasi senses a distance in the relationship of their husband and wife. He is watching them. Mr. Kapasi closely observed Mrs. Das, her dressing style, her appearance, physical features, etc. He asked where in America Das family lived, their profession, etc. They were from Brunswick, New Jersey. Mr. Das was a teacher in a middle school. Mr. Das also asked questions to Mr. Kapasi. Kapasi was working as a tourist guide for the last 5 years. Mrs. Das inquires how long their trip will take. She expresses her impatience when Kapasi says that it will take 2.5 hours. അപ്പോൾ ഇവരിങ്ങനെ കൊണാർക്ക് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കപ്പാസി ആയിട്ടുള്ള ചില ടോക്കുകളും കപ്പാസി നമ്മുടെ മിസ്സിസ് ദാസിനെ ഇടയ്ക്ക് നിരീക്ഷിക്കുന്നുണ്ട്. അവളുടെ അപ്പിയറൻസും അവളുടെ ഡ്രസ്സിങ് സ്റ്റൈലും പിന്നെ ആ ഫാമിലിനെ മൊത്തം അയാളിങ്ങനെ വീക്ഷിച്ചുകൊണ്ട് അവർക്കുള്ള വ്യത്യാസങ്ങളിലെ അവർ ജേണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ കുറേ മങ്കീസിനെ കാര്യങ്ങളൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ പിക്സൊക്കെ എടുത്തു. അവർ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇയാളിങ്ങനെ കാണുകയാണ് ഇയാളുടെ ആ ഒരു ഇവരുടെ ആ ഇൻഡിഫറൻ്റ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഇൻഡിഫറൻസ് ഹസ്ബൻഡ് വൈഫ് എന്നുള്ളതിലുപരി അവർ ആ ഒരു റിലേഷൻഷിപ്പ് അവരിൽ കാണുന്നില്ല. മക്കളെ ശ്രദ്ധിക്കുക, ടോയ്ലറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് മക്കളെ കൈ പിടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ പിന്നെ അവരിങ്ങനെ ഓരോ യാത്രനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു മോൻ പറഞ്ഞു അതിന് ഡ്രൈവർ ഇടതുവശത്താണോ തോന്നിയെന്ന്. അപ്പം അതിന് കപ്പാസി മറുപടി പറയുന്ന അവിടുത്താണ് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത്. ഓ യെസ്, ഐ ആം വെൽ അവെയർ, മിസ്റ്റർ കപ്പാസി സെഡ് delicately as he could. He shifted gears again, accelerating as they approached a hill in the road. I see it on Dallas. The steering wheels are on the left hand side. ഡെല്ലാസിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഇടതുവശത്തായത് ഡെല്ലാസിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. ഡെല്ലാസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഞാൻ ഇങ്ങനെ മറുഭാഷത്ത് ഡ്രൈവർ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ. ഡെല്ലാസിലാണോ ഡെല്ലാസിലൊക്കെ ഡ്രൈവിംഗ് സീറ്റിൽ അടുത്ത ഭാഗത്താണ് ഡ്രൈവേഴ്സ് ഇരിക്കാറ്. ആദ്യം ഞാൻ ഡെല്ലാസിൽ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ കപ്പാസി പറയുകയാണ് അല്ലേ. അപ്പോൾ ടീന ആസ്ക്ഡ് ബാങ്കിങ് ഹർ നൗ നേക്കഡ് ഡോൾ ഓൺ ദ സീറ്റ് ബിഹൈൻഡ് മിസ്റ്റർ കപ്പാസി. ഇറ്റ് വെൻറ്റ് ഓഫ് ദി എയർ. മിസ്റ്റർ ദാസ് എക്സ്പ്ലെയിൻഡ് ഇറ്റ് ഈസ് ടെലിവിഷൻ നൗ. ദേവർ ആൾ അലൈക്ക്. ഇത് അതൊക്കെ കഴിഞ്ഞു പോയി. ഇത് ടെലിവിഷൻ ഷോയിലാണ് ഞാൻ കണ്ടത് എന്തോ പറഞ്ഞിട്ട് ഇയാൾ ഒഴിഞ്ഞു മാറാണ്. ആ സംസാരം അവരവിടെ നിർത്തുകയാണ്. ഓക്കെ, They were all like siblings, Mr. Kapasi thought as they passed a row of date trees. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മിസ്റ്റർ കപ്പാസിക്ക് തോന്നുകയാണ് ഇവരൊക്കെ സിബ്ലിങ്സിനെ പോലെയാണ്, ബ്രദേഴ്സിനെ പോലെയാണ് പെരുമാറുന്നത്. മിസ്റ്റർ കപ്പാസി തോട്ട് ആസ് ദേ പാസ്ഡ് എ റോ ഓഫ് ഡേറ്റ് ട്രീസ്. അങ്ങനെ അവരിങ്ങനെ പോകുമ്പോൾ ഡേറ്റ് ട്രീസൊക്കെ പാസ് ചെയ്തു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ദാസ് ബിഹേവ്ഡ് ലൈക്ക് ആൻ ഓൾഡർ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഒരു ഓൾഡർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സിനെ പോലെയാണ് പെരുമാറിയത്. നോട്ട് പാരൻസ് ഒരിക്കലും പാരൻസ് ആയിട്ടല്ല, ഒരിക്കലും നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടല്ല ഇവർ പെരുമാറിയത്. ഇറ്റ് സീംഡ് ദാറ്റ് ദേ വർ ഇൻ ചാർജ് ഓഫ് ദി ചിൽഡ്രൻ ഓൺലി ഫോർ ദ ഡേ. ഇറ്റ് വാസ് ഹാർഡ് ടു ബിലീവ്
they were regularly responsible for anything other than themselves. Mr. Das tapped on the landscape and his tour book, dragging his thumbnail occasionally across the pages so that they made a scraping sound. Mrs. Das continued to polish her nails. She had still not removed her sunglasses. അങ്ങനെ അവർ എന്താണ് ഈ മക്കൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമല്ല തോന്നണമെന്നൊക്കെ പറഞ്ഞ് ആക്ച്വലി ഇവർ മക്കളെ തീരെ നോക്കുന്നതല്ല. ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് മക്കളെ കൈ പിടിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഈവൻ ഒരു നെയിൽ പോളിഷ് ചോദിച്ചിട്ട് പോലും കൊടുക്കാനൊരിക്കലും തയ്യാറാവുന്നില്ല. റെഗുലർലി റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് അതർ ദാൻ ദംസെൽഫ്. അവർക്ക് മറ്റെന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി. മിസ്റ്റർ ദാസ് ടാപ്ഡ് ഓൺ ഹിസ് ലെൻസ് ക്യാപ്പ്. മിസ്റ്റർ ദാസ് ലെൻസ് ക്യാപ്പിൽ നിന്നും ടൂർ ബുക്ക് എടുക്കുന്നുണ്ട്. ഡ്രാഗിങ് his thumbnail occasionally across the pages so that they made a scraping sound. Mrs. Das continued to polish her nails. മിസ്സിസ് ദാസ് അവളുടെ നെയിൽ ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഷി ഹാഡ് സ്റ്റിൽ നോട്ട് റിമൂവ്ഡ് ഹെർ സൺഗ്ലാസ്. അവൾ ഇപ്പോൾ അവളുടെ സൺഗ്ലാസ് തലയിൽ നിന്ന് മാറ്റിയിട്ടില്ല, കണ്ണിൽ നിന്ന് മാറ്റിയിട്ടില്ല. എവരി നൗ ആൻഡ് ദെൻ ടീന റിന്യൂഡ് ഹെർ പ്ലീ ദാറ്റ് ഷി വാണ്ടഡ് ഹെർ നെയിൽസ് ഡൺ ടു. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ടീന, അവരുടെ ആ പെൺകുട്ടി, അവളിങ്ങനെ യാചിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഷി വാണ്ടഡ് ഹെർ നെയിൽസ് ഡൺ. അമ്മേ, എൻ്റെ നെയിൽ കൂടി എനിക്ക് പോളിഷ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് സോ അറ്റ് വൺ പോയിന്റ് മിസ്സിസ് ദാസ് ഫ്ലിക്കഡ് എ ഡ്രോപ്പ് ഓഫ് പോളിഷ് ഓൺ ദ ലിറ്റിൽ ഗേൾസ് ഫിംഗർ ബിഫോർ ഡിപ്പോസിറ്റിംഗ് ദ ബോട്ടിൽ ബാഗ് ഇൻസൈഡ് ഹെർ സ്ട്രോ ബാഗ്. അങ്ങനെ അവസാനം ബാഗിലേക്ക് ആ ഒരു പോളിഷിൻ്റെ കുപ്പി ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് എന്താണ് അവളുടെ ആ കുട്ടിയുടെ നെയിലിൽ ഒരു ഡ്രോപ്പിലെ ഫ്ലിക്കഡ് മീൻസ് സഡൻ ക്വിക്ക് മൂവ്മെൻറ്റ്, ഒരൊറ്റ ഡ്രോപ്പ് ഇട്ടിട്ട് മിനുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ വേഗം ബാഗിലേക്ക് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. Isn't this air conditioned car? ഇതൊരു എയർ കണ്ടീഷൻഡ് കാർ ആണോ? ഷി ആസ്ക്ഡ്, സ്റ്റിൽ ബ്ലോയിങ് ഓൺ ഹെർ hand. The window on Tina's side was broken and could not be rolled down. ടീന ഇരിക്കുന്ന സൈഡിൽ ജനൽ പൊട്ടിയിട്ടുണ്ട്, അതൊരിക്കലും റോൾ ചെയ്തിട്ട് ഇങ്ങനെ കറക്കിയിട്ട് കയറ്റാൻ സാധിക്കുന്നില്ല. കിറ്റ് കംപ്ലൈനിങ് മിസ്റ്റർ ദാസ് സെഡ്. മിസ്റ്റർ ദാസ് പറയാണ്, ഈ കംപ്ലൈൻറ്റ് പറയില്ല, നീ നിർത്ത്. ഇറ്റ് ഈസ് ഇൻ ടു ഹോട്ട്. ഇപ്പം അത്ര ചൂടൊന്നുമില്ലല്ലോ എ സി ഇടാൻ അല്ലേ. ഐ ടോൾഡ് യു ടു ഗെറ്റ് എ കാർ വിത്ത് എയർ കണ്ടീഷനിങ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നല്ലൊരു എ സി കാർ വാങ്ങണമെന്ന്. മിസ്റ്റർ ദാസ് കണ്ടിന്യൂഡ്, വൈ do you do this, Raj? Just to save a few stupid rupees. What are you saving us 50 cents? ഞാൻ നിന്നോടൊരു കാറ് വാങ്ങാൻ പറയാറില്ലേ, നിങ്ങൾ എന്താണ് രാജ് ഇങ്ങനെ? അപ്പോൾ രാജ് എന്നാണ് നമ്മുടെ മിസ്റ്റർ ദാസിൻ്റെ പേര്. മിസ്സിസ് ദാസിൻ്റെ പേരെന്താണ്? മീന എന്നാണ്. അവരുടെ മക്കൾ ബോബി, റോണി ആൻഡ് ടീന. ഓക്കെ, their accent sounded just like the one another Mr. Kapasi heard on American television program. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ ഒരു ആക്സെൻറ്റ് ഇയാളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അമേരിക്കൻ ടെലിവിഷൻ പ്രോഗ്രാം ഏതുപോലെയല്ല, നോട്ട് ലൈക്ക് ഡല്ലാസിലെ പോലെയല്ല എന്ന് അയാൾക്ക് തോന്നുകയാണ്. ഇത് കുറച്ച് കച്ചറി ഇതൊക്കെയുള്ള ടീമാണെന്ന് ഇയാൾക്ക് ഫീൽ ചെയ്യാണ്. ഡസൻറ്റ് ഇറ്റ് ഗെറ്റ് ടയേഴ്സം മിസ്റ്റർ കപ്പാസി ഷോയിങ് പീപ്പിൾ ദ സെയിം തിങ് എവരി ഡേ? അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബോറടി തോന്നുന്നില്ലേ മിസ്റ്റർ കപ്പാസി? ആളുകൾ അങ്ങനെ ഒരേ സ്ഥലം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആക്ച്വലി മിസ്റ്റർ കപ്പാസി ഈസ് എ ടൂർ ഗൈഡ്. ദാറ്റ്സ് വൈ ഷീ ഈസ് ആസ്കിങ് ലൈക്ക് ദിസ്. മിസ്റ്റർ ദാസ് ആസ്ക്ഡ്, റോളിംഗ് ഡൗൺ ഹിസ് ഓൺ വിൻഡോ ഓൾ ദി വേ. അവളുടെ വിൻഡോ റോൾ ഡൗൺ ചെയ്തു. ഹേ, ഡു യു മൈൻഡ് സ്റ്റോപ്പിംഗ് ദ കാർ? അവൾക്ക് എന്തോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നീ കാറൊന്ന് സ്റ്റോപ്പ് ചെയ്യോ പ്ലീസ്? കുഡ് യു പ്ലീസ് സ്റ്റോപ്പ് ദി കാർ? ഐ ജസ്റ്റ് വാണ്ട് ടു ഗെറ്റ് എ ഷോട്ട് ഓഫ് ഹിസ് ഗേ. ഐ വാണ്ട് ടു ടേക്ക് എ പിക്ചർ. Okay, Mr. Kapasi pulled over. Pulled over is a phrasal verb, means stop. Mr. Kapasi stopped to the side of the door. Stopped the car in the side of the road. Side of the roadലേക്ക് മാറ്റിയിട്ട് പാർക്ക് ചെയ്തു. Thus took a picture of the barefoot man. ദാസ് ഒരു barefoot മാൻ്റെ പിക്ചർ എടുത്തു. He heard wrapped in a dirty turban. അയാളൊരു ഇതെന്ന് വെച്ചാൽ ഹെഡ് അല്ല, ഹിസ് ഹെഡ് wrapped in a dirty turban. ഒരു ചളിയായ തലപ്പാവ് ധരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ. Seated on the top of the cart of the grain sacks pulled down by a pair of bullocks. അങ്ങനെ അദ്ദേഹം ഈ ഗ്രെയിനിൻ്റെ വണ്ടി ഗ്രെയിനിൻ്റെ
ഗ്രെയിന് എന്താണ് ധാന്യങ്ങളുടെ ചാക്ക് ഇങ്ങനെ കൂമ്പാരായിട്ട് കൂട്ടിയിട്ട് ആ ഒരു കാളവണ്ടിയിൽ അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ചാക്കിലായിട്ടാണ് ഇയാൾ ഇരിക്കുന്നത്. ആ ഒരു ഫോട്ടോ ആണ് അവരെടുത്തത്. ബോത്ത് ദ മേൻ ആൻഡ് ദ ബുള്ളോക്സ് വെർ ഇമാൻസിയേറ്റഡ്. അതിലുള്ള അയാളും ആ കാളകളും നന്നായിട്ട് അബ്നോർമലി ടയേർഡ്. ഇമാൻസിയേറ്റഡ് മീൻസ് അബ്നോർമലി ടയേർഡ് ആൻഡ് ഓർ തിൻ, നന്നായിട്ട് മെലിഞ്ഞ് ടയേർഡായിട്ടുണ്ട്. ഓക്കെ. In the back seat, Mrs. Das gazed out another window at the sky, where nearly transparent clouds passed quickly in front of the another. മിസ്സിസ് ദാസ് ഇങ്ങനെ ഗെയ്സ് ചെയ്തു മറ്റേ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കി. അപ്പോൾ അയാൾ എന്താ കണ്ടത്? ട്രാൻസ്പെറൻറ്റ്, നല്ല തിന്നായിട്ടുള്ള തെളിഞ്ഞ ആകാശത്തിൽ ക്ലൗഡ്സ് അങ്ങനെ മെല്ലെ ഇങ്ങനെ നീങ്ങുന്നതായിട്ട്. പാസ്ഡ് ക്വിക്കിലി ഇൻ ഫ്രണ്ട് ഓഫ് അനദർ, ഒന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് മിസ്സിസ് ദാസ് ജനലിലൂടെ കാണുകയാണ്. ആ സമയത്ത് ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ് ആക്ച്വലി, ഞാൻ കുറച്ചും കൂടെ മുന്നിലേക്കാണ് ചിന്തിക്കാറ്. മിസ്റ്റർ കപ്പാസി സെഡ് ആസ് ദേ കണ്ടിന്യൂഡ് ഓൺ ദ വേ. അവർ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പറയാണ്, ദ സൺ ടെമ്പിൾ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ്. സൺ ടെമ്പിൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. ഇൻ ദാറ്റ്സ് വേ ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ മീ. അതുകൊണ്ട് ആരവിടേക്ക് എന്നെ കൊണ്ടുപോയാലും ഐ കൺസിഡേർഡ് ഇറ്റ് ആസ് എ റിവാർഡ്. അത് ഞാൻ റിവാർഡായിട്ടേ കണക്കാക്കാറുള്ളൂ. ഐ ഗേവ് ടൂർസ് ഓൺ ഫ്രൈഡേയ്സ് ഓൺ സാറ്റർഡേയ്സ് ഓൺലി. ഞാൻ ടൂറ് സാറ്റർഡേയും ഫ്രൈഡേയും മാത്രമേ പോവാറുള്ളൂ. ഐ ഹാവ് അനദർ ജോബ് ഡ്യൂറിങ് ദ വീക്ക്. എനിക്ക് വേറെ ജോലിയുണ്ട് വീക്കിൽ. ഓ വേർ? മിസ്റ്റർ ദാസ് ആസ്ക്ഡ്. എവിടെയാണ് നിങ്ങൾക്ക് ജോലി? ഐ വർക്ക് ഇൻ എ ഡോക്ടേഴ്സ് ഓഫീസ്. യു ആർ എ ഡോക്ടർ? ഐ ആം നോട്ട് എ ഡോക്ടർ. ഐ വർക്ക് വിത്ത് ആൻ ഇൻ്റർപ്രറ്റർ. ഞാൻ ഡോക്ടറല്ല, പക്ഷേ ഞാൻ എന്താണ്, ഒരു ഇൻ്റർപ്രറ്ററാണ് എന്നാണ് പറയുന്നത്. ഫോർ ദിസ് വേ ദ ചാപ്റ്റർ got the name Interpreter of Melodies. Actually, our Kapasi, our tourist guide, is a interpreter of what? Interpreter of diseases. Melodies means diseases. രോഗം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളാണ്. ഏത് രീതിയിലാണ് നമുക്ക് നോക്കാം. വാട്ട് ഡസ് എ ഡോക്ടർ നീഡ് ആൻ ഇൻ്റർപ്രറ്റർ ഫോർ? എന്തിനാണ് ഒരു ഡോക്ടർക്ക് ഒരു ഇൻ്റർപ്രറ്ററിനെ വ്യാഖ്യാനിക്കാൻ ആളിന് എന്തിനാണ് അല്ലേ? ഹി ഹാസ് എ നമ്പർ ഓഫ് ഗുജറാത്തി പേഷ്യൻസ്. മൈ ഫാദർ വാസ് എ ഗുജറാത്തി, but many people do not speak Gujarati in this area, including the doctor, and so the doctor asked me to work in his office interpreting what the patients say. അതെന്താ വെച്ചാൽ എന്താണ്, ഗുജറാത്തി പേഷ്യൻസ് ഉണ്ട് ഈ ഡോക്ടർക്ക് നന്നായിട്ട്. അപ്പോൾ എൻ്റെ ഫാദർ ഗുജറാത്തി ആയതുകൊണ്ട് ഐ നോ ഗുജറാത്തി, ബട്ട് മെനി പീപ്പിൾ ഡു നോട്ട് സ്പീക്ക് ഗുജറാത്തി. പക്ഷേ ഈ ഏരിയയിലുള്ള ആളുകൾക്കൊന്നും ഡോണ്ട് നോ ഗുജറാത്തി, ഇൻക്ലൂഡിങ് ദിസ് ഡോക്ടർ ഡോണ്ട് നോ ഗുജറാത്തി ലാംഗ്വേജ്. ആൻഡ് സോ ദ ഡോക്ടർ ആസ്ക്ഡ് മീ ടു വർക്ക് ഇൻ ദിസ് ഓഫീസ്. അതുകൊണ്ട് ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, ആളുകൾ രോഗങ്ങൾ പറയുന്ന സമയത്ത് അത് ഇയാൾക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നോട് ഓഫീസിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻട്രസ്റ്റിംഗ്. ഐ ഹാവ് നെവർ ഹേർഡ് ഓഫ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടില്ല, മിസ്റ്റർ ദാസ് പറഞ്ഞു. മിസ്റ്റർ കപ്പാസി സ്ട്രഗ്ഡ് മീൻസ് ഡിസ്മിസ് ചെയ്തുകൊണ്ട്. അതെന്താ, ഇതല്ല, ഇറ്റ് ഈസ് എ ജോബ് ലൈക്ക് എനി അതർ. ഇത് മറ്റു ജോലിനെ പോലെ തന്നെ അല്ലേ? ബട്ട് സോ റൊമാൻറ്റിക്, മിസ്സിസ് ദാസ് സെഡ് ഡ്രീമിംഗ്ലി, ബ്രേക്കിംഗ് ഹർ എക്സ്റ്റെൻഡഡ് സൈലൻസ്. ഷീ ലിഫ്റ്റഡ് ഹർ പിങ്കിഷ് ബ്രൗൺ സൺഗ്ലാസസ് ആൻഡ് അറേഞ്ച്ഡ് ദം ഓൺ ദ ടോപ്പ് ഓഫ് ഹർ ഹെഡ് ലൈക്ക് എ ടിയാര. For the first time, her eyes met Mr. Kapasi is in the rear view mirror, pale, a bit small, their gaze fixed but drowsy. അപ്പോൾ ഇയാൾ എന്താണ്, മിസ്സിസ് ദാസ് പറയാണ്, ഇത് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ജോലിയാണല്ലോ. മിസ്റ്റർ ദാസ് എന്തോ സ്വപ്നത്തിൽ നിന്ന് എണീറ്റതുപോലെ അവളുടെ സൺഗ്ലാസ് ഒക്കെ ഒന്നും കൂടെ പൊക്കി വെച്ചു. ടോപ്പ് ഓഫ് ദ ഹെഡ് ലൈക്ക് എ ടിയാര. ഒരു ടിയാര വെച്ചതുപോലെ സൺഗ്ലാസ് വെച്ചു. ടിയാര യു നോ, ഇൻ ദ ബ്രൈഡൽ ഡേ ടു ബി ബ്രൈഡ് പ്രോഗ്രാം ദർ വിൽ ബി സം ടിയാര പുട്ടിങ് ഓൺ യുവർ ഹെഡ്. ആ തലയിൽ ഇങ്ങനെ റൗണ്ടിൽ വെക്കുന്ന സാധനം കണ്ടില്ല, ടിയാര, അതാണ്. ഫോർ ദി ഫസ്റ്റ് ടൈം ഹർ ഐസ്, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കപ്പാസി ഡ്രൈവിംഗ് സീറ്റിലൂടെ റിയർ വ്യൂ മിററിലൂടെ നമ്മുടെ എന്താണ് മീനയുടെ അല്ലെങ്കിൽ മിസ്സിസ് ദാസിൻ്റെ മുഖം, അതിലൂടെ വിളറിയ മുഖം കണ്ണടയിലൂടെ മിററിലൂടെ കാണുകയാണ്. മിസ്റ്റർ ദാസ് ക്രെയിൻഡ് ടു ലുക്ക് അറ്റ് ഹർ. വാട്ട് സോ റൊമാൻറ്റിക് അബൌട്ട് ഇറ്റ്? അപ്പോൾ മിസ്റ്റർ ദാസ് എന്താണ്, സ്ട്രെച്ച് ഔട്ട്, ക്രെയിൻഡ് മീൻസ് സ്ട്രെച്ച് ഔട്ട്, ബോഡി ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് സോ റൊമാൻറ്റിക് അബൌട്ട് ഇറ്റ്? ഇതിലിപ്പോൾ എന്താണ് ഇത്ര റൊമാൻറ്റിക് ആയിട്ടുള്ളത്?
ഐ ഡോണ്ട് നോ സംതിങ് ഷീ സ്ട്രഗ്ഡ് knitting her brows together for an instant. എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്താണ് എനിക്കങ്ങനെ തോന്നി എന്ന് പറയാണ്. വുഡ് യു ലൈക്ക് എ പീസ് ഓഫ് ഗം മിസ്റ്റർ കപ്പാസി? She asked brightly. She reached into her straw bag and handed him a small square wrapped in a green and white striped paper. അങ്ങനെ നിങ്ങൾക്ക് ഗമ്മ് വേണം ഒരു പീസ് മിസ്റ്റർ കപ്പാസി? എന്തോ വായിലിടുന്ന സാധനമാണ് കേട്ടോ. ഷീ ആസ്ക്ഡ് ബ്രൈറ്റ്ലി. ഇനി ചുയിങ്കത്തിനാണോന്ന് അറിയില്ല, എന്തായാലും അതാണ് ചോദിച്ചത്. അപ്പോൾ ഷീ റീച്ച്ഡ് ഇൻ ടു എ സ്ട്രോ ബാഗിൽ നിന്നും അത് എടുത്തിട്ട് കൊടുക്കുകയാണ്. അതൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് സ്ട്രൈപ്ഡ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് ആ ഗമ്മ് കൊടുത്തത്. ആസ് സൂൺ ആസ് മിസ്റ്റർ കപ്പാസി പുട്ട് ദ ഗം ഓൺ ഹിസ് മൗത്ത് എ തിക്ക് സ്വീറ്റ് ലിക്വിഡ് ബേസ്റ്റ് ഇൻ ടു ഹിസ് ടങ്. അങ്ങനെ അത് വായിലേക്ക് ഇടുന്ന സമയത്ത് നാവിൽ നിന്നും വേറെന്തോ ബേസ്റ്റ് ഔട്ട് ചെയ്തു, ചില ലിക്വിഡുകൾ വന്നു. അത് കഴിക്കുന്ന ആ സീഡ്സിനോട് വന്നതാണ് കേട്ടോ. ടെൽ us more about your job മിസ്റ്റർ കപ്പാസി, മിസ്സിസ് ദാസ് സെഡ്. അതിനിടയ്ക്ക് മിസ്സിസ് ദാസ് ചോദിക്കാണ്, നിന്റെ ജോബിനെ കുറിച്ച് കുറച്ചധികം പറയൂ മിസ്റ്റർ കപ്പാസി. വാട്ട് വുഡ് യു ലൈക്ക് ടു നോ മാഡം? എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് മാഡം? ഐ ഡോണ്ട് നോ എഗെയിൻ ഷീ സ്ട്രഗ്ഡ്. വീണ്ടും അവൾ എന്തോ മിസ്സായതുപോലെ, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. മഞ്ചിങ് ഓൺ സം പഫ്ഡ് റൈസ്. ഇങ്ങനെ മൂഞ്ച് ചെയ്തുകൊണ്ട് പഫ്ഡ് റൈസ്, പുഴുങ്ങി അരി ഇങ്ങനെ കഴിച്ചുകൊണ്ട് പറയാണ്. ലിക്കിങ് ദ മസ്റ്റാർഡ് ഓയിൽ. അത് കഴിക്കുന്ന സമയത്ത് കടുകെണ്ണ ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കോർണറിൽ നിന്നും. ടെൽ അസ് എ ടിപ്പിക്കൽ സിറ്റുവേഷൻ. ഷീ സെറ്റിൽഡ് ബാക്ക് ഇൻ ഹർ സീറ്റ്, ഹർ ഹെഡ് tilted in a patch of sun and closed her eyes. I went to picture what happens. അങ്ങനെ അവൾ സീറ്റിലൊക്കെ സെറ്റിലായിരുന്നിട്ട് തല ജനലിലൂടെ വെയിലിൽ ഉള്ള ഭാഗത്തേക്ക് ചെരിച്ച് വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഐ വാണ്ട് ടു പിക്ചർ വാട്ട് ഹാപ്പൻസ്. എന്താണ് നിൻ്റെ ആ ഓഫീസിൽ ഡോക്ടറിൻ്റെ അടുത്ത് നടക്കണമെന്ന് എനിക്ക് പിക്ചറൈസ് ചെയ്യണം. വെരി വെൽതി. അങ്ങനെ അയാളിങ്ങനെ ഓരോ ആളുകൾ വരുന്ന കഥ പറയാണ്. വെരി വെൽതി അതർ ഡേ, വേറൊരു ദിവസം ഒരു മനുഷ്യൻ വന്നു. ഇൻ വിച്ച് എ പെയിൻ ഇൻ ഹിസ് ത്രോട്ട്. അദ്ദേഹത്തിൻ്റെ തൊണ്ടക്കായിരുന്നു വേദന. ഡിഡ് ഹി സ്മോക്ക് സിഗരറ്റ്? അയാൾ സിഗരറ്റ് വലിക്കുന്ന ആളാണോ? No, it was very curious. He complained that he felt as if there were long pieces of straw stuck in his throat. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ എന്തോ വൈക്കോല് കുടുങ്ങിയതാണ് എന്നാണ് പറഞ്ഞത്. When I told the doctor, he was able to prescribe the proper medication. അങ്ങനെ ഞാനത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഡോക്ടർക്ക് നന്നായിട്ട് മെഡിസിൻ എഴുതാൻ സാധിച്ചു. That's so neat. അങ്ങനെ അത് റെഡിയായി ആ അസുഖം. Yes, Mr. Kapasi agreed after some hesitation. So this patient are totally dependent on you, മിസ്സിസ് ദാസ് സെഡ്. പേഷ്യൻസ് ഒക്കെ ഇപ്പോൾ ഡോക്ടറിനേക്കാളും കൂടുതൽ മിസ്റ്റർ കപ്പാസിനെയാണ് ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നതല്ലേ? ഷീ സ്പോക്ക് സ്ലോലി ആസ് ഇഫ് ഷീ വർ തിങ്കിങ് അലൗഡ്. ഇൻ എ വേ മോർ ഡിപ്പെൻഡൻറ്റ് ഓൺ യു ദാൻ എ ഡോക്ടർ. ഡോക്ടറിനേക്കാളും നിങ്ങളെയാണ് അവരൊക്കെ പേഷ്യൻ്റ് ഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണല്ലോ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഹൗ ഡു യു മീൻ? ഹൗ കുഡ് ഇറ്റ് ബി? എങ്ങനെയാണ് നിങ്ങളത് അർത്ഥമാക്കുന്നത്? വെൽ, ഫോർ എക്സാമ്പിൾ, യു കുഡ് ടെൽ ദ ഡോക്ടർ ദാറ്റ് ദ പെയിൻ ഫെൽറ്റ് ലൈക്ക് എ ബേണിംഗ് നോട്ട് സ്ട്രോ. അദ്ദേഹത്തിന് സ്ട്രോ കുടുങ്ങിയതാണ് നിങ്ങൾക്ക് പറയാൻ അറിയാതെ ബേണിംഗ് ആണ് തൊണ്ടയിൽ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ദ പേഷ്യൻ്റ് വുഡ് നെവർ നോ വാട്ട് യു ഹാഡ് ടോൾഡ് ദ ഡോക്ടർ. പേഷ്യൻറ്റിന് ഒരിക്കലും അറിയില്ല. നിനക്ക് എന്തും വേണമെങ്കിൽ പറയാം. പേഷ്യൻസ് പറഞ്ഞത് നിനക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിനക്ക് തോന്നിയത് നിനക്ക് പറയാൻ പറ്റും. വുഡ് യു നോ യു ഹാഡ് ടോൾഡ് ദ റോങ് തിങ്, ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസ്. അങ്ങനെ നീ തെറ്റായിട്ടുള്ള വിവരമാണ് നൽകണമെന്നുണ്ടെങ്കിൽ അത് വലിയ റെസ്പോൺസിബിലിറ്റി ആയി മാറും. കാരണം മരുന്നൊക്കെ മാറി എഴുതി അതൊക്കെ കുടിച്ചു പോകും. അതൊരു വലിയ പ്രശ്നമായി മാറും. യെസ്, എ ബിഗ് റെസ്പോൺസിബിലിറ്റി യു ഹാവ് ദ മിസ്റ്റർ കപ്പാസി. മിസ്റ്റർ ദാസ് അഗ്രീഡ്. അങ്ങനെ മിസ്റ്റർ ദാസും അത് അംഗീകരിച്ചു. വലിയൊരു ഡ്യൂട്ടി തന്നെയാണ് മിസ്റ്റർ കപ്പാസിക്ക് ആ ഡോക്ടറിൻ്റെ അടുത്ത് എന്നുള്ളത് അയാൾ അംഗീകരിക്കുകയാണ്. ഇത്രയാണ് നമുക്ക് ഇന്നെടുക്കാനുള്ളത്. ബാക്കി നമുക്ക് വി വിൽ മീറ്റ് അഗെയിൻ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.